പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചും ഏകപക്ഷീയമായി പാർലമെന്റിൽ പാസാക്കിയ പുതിയ തൊഴിൽ നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വേതനം, സാമൂഹ്യ സുരക്ഷ, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, ആരോഗ്യ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിങ്ങനെ 4 ലേബർ കോഡുകളുടെ കരട് ചട്ടങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുത് എന്നാണ് പുതിയ ലേബർ കോഡ് ചട്ടത്തിൽ പറയുന്നത്. സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി അനുവദിക്കുന്നത് സംബന്ധിച്ചും പുതിയ തൊഴിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജോലി സമയം, ജോലിക്കിടയിലുള്ള വിശ്രമവേള, സമയക്രമീകരണം എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ക്രമപ്പെടുത്തണമെന്നും കരട് ചട്ടത്തിലുണ്ട്. കരട് ചട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താനും എതിർപ്പുകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും 45 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. പുതിയ ലേബർ കോഡ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതുവരെ പഴയ നിയമങ്ങൾ തന്നെയായിരിക്കും പ്രാബല്യത്തിലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനകം പൊതുജനാഭിപ്രായവും തേടും. 2025 നവംബർ 21 പുതിയ ലേബർ കോഡുകൾ നിയമമായത്. ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന് നിജപ്പെടുത്തണമെന്നതാണ് പുതിയ നിയമത്തിന്റെ കാതൽ. ഒപ്പം സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളുമുണ്ട്. രാത്രി 7-നും പുലർച്ചെ 6-നും ഇടയിലാണ് രാത്രി ഷിഫ്റ്റ് ജോലികൾ. രാത്രി ഷിഫ്റ്റിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ള സ്ത്രീകളിൽ നിന്ന് സമ്മതപത്രം തൊഴിലുടമകൾ രേഖാമൂലം വാങ്ങിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. 16 വയസ്സിന് മുകളിലുള്ള അസംഘടിത തൊഴിലാളികൾക്ക് ആധാർ ബന്ധിത രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് ഒറ്റ ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇലക്ട്രോണിക് അപേക്ഷ സമർപ്പിക്കാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിശ്ചിത കാലയളവിലേക്ക് നിയമിതരാകുന്ന ജീവനക്കാർക്ക് 1 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടായിരിക്കുമെന്നും കരട് ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട്. പുതിയ നിയമങ്ങൾ പ്രകാരം എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം സമയബന്ധിതമായി നൽകണം. യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് തുല്യവേതനവും ബഹുമാനവും ഉറപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. 1 വർഷം സേവനം പൂർത്തിയാക്കിയ നിശ്ചിതകാല ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കും. 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധനയും ഓവർ ടൈമിന് ഇരട്ടി വേതനവും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 100% ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുമെന്നും വ്യവസ്ഥയുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും നിയമന കത്തുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവധിക്കാല വേതനവും സാമൂഹിക സുരക്ഷയും തൊഴിൽ ഉടമകൾ നൽകേണ്ടതാണ് എന്നും പുതിയ നിയമം വ്യക്തമാക്കുന്നു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കുറഞ്ഞ ശമ്പളം നിശ്ചയിക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ ചട്ടങ്ങൾ. ഒരു തൊഴിലാളിയുടെ കുടുംബത്തിന്റെ അന്തസ്സായ ജീവിതത്തിന് ആവശ്യമായ തുക കണക്കാക്കിയാകും ഇനി കുറഞ്ഞ ശമ്പളം നിശ്ചയിക്കുക. 4 അംഗ കുടുംബം, അതായത് തൊഴിലാളി, അയാളുടെ ഭാര്യ, 2 കുട്ടികൾ എന്നിവരടങ്ങുന്ന കുടുംബത്തെയാണ് മാനദണ്ഡമാക്കുക. ഇവരിൽ ഒരാൾക്ക് പ്രതിദിനം 2700 കലോറി ഊർജം ലഭിക്കുന്ന ഭക്ഷണം ഉറപ്പാക്കണം. ഈ കുടുംബത്തിന് വർഷം 66 മീറ്റർ വസ്ത്രം വാങ്ങാനുള്ള തുക ഉണ്ടാകണം. ഭക്ഷണത്തിനും വസ്ത്രത്തിനുമാകുന്ന ചെലവിന്റെ 10% വീട്ടുവാടകയ്ക്കായി മാറ്റിവെക്കണം. ഇന്ധനം, വൈദ്യുതി എന്നിവയ്ക്കായി ശമ്പളത്തിന്റെ 20%. വിദ്യാഭ്യാസം, ചികിത്സ, വിനോദം എന്നിവയ്ക്കായി 25% തുക ശമ്പളത്തിൽ ഉൾപ്പെടുത്തണം. ചുരുക്കത്തിൽ തൊഴിലാളിയുടെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാകും ശമ്പള വർധന നടപ്പിലാക്കുക. സ്ഥിരം തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ 5 വർഷത്തെ സേവനം വേണമെന്ന നിലവിലെ നിയമത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിശ്ചിത കാലയളവിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി 1 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും. സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഗിഗ് തൊഴിലാളികൾക്കായി ദേശീയ സാമൂഹിക സുരക്ഷാ ബോർഡ് രൂപീകരിക്കും. ഇവർക്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ ബോർഡ് വഴി നടപ്പിലാക്കും. പുതിയ നിയമപ്രകാരം ഒരാളുടെ ആകെ ശമ്പളത്തിന്റെ 50%മെങ്കിലും അടിസ്ഥാന ശമ്പളമായിരിക്കണം. മറ്റ് അലവൻസുകൾ 50%-ൽ കൂടാൻ പാടില്ല. അലവൻസുകൾ ഈ പരിധി കഴിഞ്ഞാൽ അധികമുള്ള തുക അടിസ്ഥാന ശമ്പളമായി കണക്കാക്കും. ഇത് PF, ഗ്രാറ്റുവിറ്റി എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ പ്രകടനം അടിസ്ഥാനമാക്കിയുള്ള ബോണസ്, ESOP എന്നിവ ഇതിൽ ഉൾപ്പെടില്ല. കേന്ദ്ര നിയമത്തിനനുസരിച്ച് സംസ്ഥാനങ്ങളും സ്വന്തം നിലയിൽ കരട് ചട്ടങ്ങൾ പുറപ്പെടുവിക്കേണ്ടതുണ്ട്. നിയമം നടപ്പിലാക്കുന്നതുവരെ നിലവിലെ ചട്ടങ്ങൾ തന്നെ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.
പുതിയ ലേബർ കോഡിലെ ഏറ്റവും വിവാദവും പ്രതിപക്ഷ കക്ഷികളുടെയെല്ലാം എതിർപ്പിന് കാരണമായതുമായ വ്യവസ്ഥ തൊഴിലാളി യൂണിയനുകളുടെ രൂപീകരണവും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതുമാണ്. തൊഴിലാളികൾക്ക് സംഘടിക്കാനും യൂണിയനുകളും മറ്റും രൂപീകരിച്ച് പണിമുടക്കടക്കമുള്ള അവകാശ സമരങ്ങളിലേക്ക് നീങ്ങാനും കഴിയാത്ത വിധം ചട്ടങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. ദിവസം 8 മണിക്കൂർ തൊഴിൽ എന്നത് അവസാനിപ്പിച്ച് 12-14 മണിക്കൂർ വരെ ജോലി എടുപ്പിക്കാനും തൊഴിലുടമകൾക്ക് പുതിയ ലേബർ കോഡുകളിലൂടെ സാധിക്കുമെന്നതും നിയമത്തെ എതിർക്കുന്നവർ ന്യൂനതയായി കണക്കാക്കുന്നു. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ രാജ്യത്തെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും അവകാശങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്നതാണ് എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഈ നിയമം ജോലി സ്ഥിരത ഇല്ലാതാക്കുമെന്നും ആശങ്കയുണ്ട്. 300-ൽ താഴെ ജീവനക്കാരുള്ള ഏതൊരു സ്ഥാപനത്തിനും ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടാനാകുമെന്ന ചട്ടവും സ്ഥാപനം എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന നിർദ്ദേശവും സ്ഥിരം തൊഴിൽ സങ്കല്പം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് മാത്രമായി ജീവനക്കാരെ നിയമിക്കാൻ തൊഴിലുടമകൾക്ക് അധികാരം ലഭിക്കുമെന്നതും നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമായി പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നു. തൊഴിലാളികൾക്കും ജീവനക്കാർക്കും മിനിമം വേതനം നിയമാനുസൃതമാക്കുന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് പുതിയ ലേബർ കോഡുകളെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. രാജ്യത്ത് നിലനിന്ന 29 തൊഴിൽ നിയമങ്ങൾ 4 സംഹിതകളിലേക്ക് ക്രോഡീകരിച്ചാണ് 4 ലേബർ കോഡുകളായി അറിയപ്പെടുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ് അഥവാ സാമൂഹിക സുരക്ഷാ ചട്ടം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വ്യവസായ ബന്ധ ചട്ടം, ഒക്യുപേഷൻ സേഫ്റ്റി കോഡ് അഥവാ തൊഴിൽ സുരക്ഷാ ചട്ടം, കോഡ് ഓൺ വേജസ് അഥവാ വേതന ചട്ടം എന്നിവയാണ് പുതിയ കോഡുകൾ. ഫെബ്രുവരി 14 വരെ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ അവസരമുണ്ട്. അവ പരിഗണിച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും. പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ ലേബർ കോഡുകൾ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന. പക്ഷേ അതിനു മുൻപായി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ലഭിക്കണം. വ്യവസായ തർക്ക നിയമം, ട്രേഡ് യൂണിയൻ നിയമം, വ്യാവസായിക തൊഴിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഓർഡർ നിയമങ്ങൾ എന്നിവയ്ക്കെല്ലാം പകരമായി കൊണ്ടുവന്ന വ്യവസായ ബന്ധ കോഡിനോടാണ് യൂണിയനുകൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഏറ്റവും എതിർപ്പ്. പുതിയ നിയമത്തിലെ പല വ്യവസ്ഥകളും പിരിച്ചുവിടലും അടച്ചുപൂട്ടലും നിർബാധം നടത്താൻ വഴിയൊരുക്കുന്നതാണ് എന്ന് തൊഴിൽ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 50-ൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പിരിച്ചുവിടുന്നതിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു വ്യവസ്ഥ. ജോലി സമയം, ശമ്പളം, അവധി, പിരിച്ചുവിടൽ, സസ്പെൻഷൻ, പരാതി പരിഹാര സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഉത്തരവുകൾ 300-ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ നൽകിയാൽ മതിയാകുമെന്ന് ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു. മുൻപ് ഇത് 100 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് വരെ ബാധകമായിരുന്നു. ചെറിയ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ ചൂഷണം വർദ്ധിക്കാൻ ഈ വ്യവസ്ഥ കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പിരിച്ചുവിടുന്ന തൊഴിലാളികൾക്ക് മുൻപ് 3 മാസത്തെ വരെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകേണ്ടിയിരുന്നത് 1 മാസമായി കുറച്ചതും പ്രതിഷേധാർഹമാണ് എന്ന് തൊഴിൽ സംഘടനകൾ വ്യക്തമാക്കുന്നു. സാമൂഹ്യ സുരക്ഷാ കോഡിൽ ESI സൗകര്യം എല്ലാ ജീവനക്കാർക്കും അനുവദിക്കുന്നതിന് പകരം 40-ന് മുകളിൽ പ്രായമുള്ള തൊഴിലാളികൾക്ക് വാർഷിക ആരോഗ്യ പരിശോധന എന്ന വ്യവസ്ഥ മാത്രമാണ് ഉള്ളത്. അതും 10-ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. തൊഴിലാളികൾ 10-ൽ താഴെയെങ്കിൽ അക്കാര്യം തൊഴിലുടമയ്ക്ക് തീരുമാനിക്കാമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഇതെല്ലാം തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരം തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങളുമായി ലേബർ കോഡുകൾ ഏകപക്ഷീയമായി നടപ്പാക്കുന്നതിനെതിരെ CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി 22-ന് അഖിലേന്ത്യാ പണിമുടക്കും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.